നമസ്കാരം. വളരെ മുമ്പേ ഉള്ള കുട്ടിക്കാലത്തുള്ളൊരു ശീലമാണ് ഒരു അടുക്കളത്തോട്ട്, ചെറിയൊരു പച്ചക്കറി തോട്ട്. ഇപ്പോൾ കുറവാണ്. അപ്പോൾ എന്ത് രാഷ്ട്രീയ തിരക്കായാലും മറ്റ് തിരക്കായാലും ഒരു ചെറിയ പച്ചക്കറി തോട്ടം എല്ലാ വർഷവും ഉണ്ടാക്കും. അപ്പോൾ ഈടായിട്ട് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഞാൻ ഈ ബക്കറ്റിലാണ്, പെയിൻറ്റ് ബക്കറ്റ്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ വിളവെടുപ്പ് ഏകദേശമായി തുടങ്ങി. അപ്പോൾ ആദ്യത്തേത് വർഷം ഇന്നാണ് നമ്മൾ കാര്യമായിട്ടൊരു വിളവെടുപ്പ് തുടങ്ങുന്നത്. അതാ വെണ്ടയുണ്ട്. അപ്പോൾ നമുക്കൊരു സംസ്കാരമായിരിക്കണം, ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്കാരമായിരിക്കണം പച്ചക്കറി കൃഷി എന്ന് പറയുന്നത്. വെണ്ട, ഈ വെണ്ട ഒക്കെ നല്ല ഇഷ്ടംപോലെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ്. നിൽക്കാൻ പാടില്ല, സാമാന്യം കുറച്ച് വെള്ളം പറക്കി വേണ്ട. നമുക്ക് ഈ വെണ്ടയുടെ ഒരു ഗുണം ഇങ്ങനെ പൊട്ടി മുളയ്ക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് ലഭിക്കുക. പിന്നെ നമുക്ക് വഴുതിനയാണ്. വഴുതിനായി വരുന്നേ ഉള്ളൂ. എന്നാലും നമുക്കിന്ന് നമ്മുടെ ആവശ്യത്തിന് പറിക്കലാണല്ലോ. അപ്പോൾ സംസ്ഥാനമൊക്കെ ആണ്. അപ്പോൾ രാത്രി പെരുക്കി ആവശ്യത്തിൻ്റെ നല്ല വഴുതന. പച്ചയാണ്, ഇത് വയലറ്റും ഉണ്ടാവും. അപ്പോൾ പച്ച നമ്മുടെ 5-6 ഉള്ളൂ. ഇത് വലിയ വ്യാവസായിക കൃഷിയൊന്നുമല്ല. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് കൃഷി ചെയ്യും. ഇതാ ഈ പച്ചമുളക്, നോക്കൂ, പച്ചമുളക് തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്നും ആവശ്യം വരും വീട്ടിൽ. അപ്പോൾ വീട്ടുകാർക്ക് നല്ല സന്തോഷമാവും. അവർക്ക് നാടൻ ഐറ്റംസ് ഇതാ പച്ചമുളക്. നമുക്ക് അടുത്ത ഇനം ഇന്ന് നമുക്ക് വിളവെടുക്കാതെ പച്ചമുളക് റെഡി ആയിട്ടുണ്ട്. കായ് വരുന്ന പയറാ. ഈ പയറിൻ്റെ മുകളിൽ എപ്പോഴും ഒരു തരം കീടം വരും. നമ്മളപ്പോൾ നീറ്, നമ്മുടെ വലിയ ഉറുമ്പിൻ്റെ ഇല്ല, നീറ് എന്ന് പറയാം, അത് പിടിച്ച് ഇതിന് മുകളിൽ വിടണം. അപ്പോൾ പൂർണ്ണമായിട്ട് പയർ ചെടിക്ക് കേട് വരാതെ ഈ ഇനം നമുക്ക് കിട്ടും. ഇതൊക്കെ ബക്കറ്റിലാണ്. ഇനി നമുക്ക് ചീരയാണ്. കയ്പതായി വരുന്നേ ഉള്ളൂ, അത് അടുത്ത ദിവസം തയ്യാറാവും. ചീര കുറച്ച് നമുക്ക് മുറിച്ചെടുക്കാം. ചീര വേഗം മുറിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പൂത്തു പോകും. പിന്നെ അടുത്തത് വേഗം പൊട്ടിത്തെഴുത്ത് കൂടുതൽ വിളവ് ലഭിക്കണമെങ്കിൽ ഇതൊക്കെ കാണിക്കുന്ന ചിലർ ചോദിക്കും എന്താ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ. ഇത് ആളുകൾക്കൊരു ആത്മവിശ്വാസം പകരാനാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാർ ഇവരൊന്നും ഇങ്ങനത്തെ പണി എടുക്കില്ല എന്നുള്ളൊരു ധാരണയായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കാനും വീട്ടിലെ അടുക്കളത്തോട്ടുണ്ടാക്കി നമ്മൾ സ്വയം കർഷകരാകും. ജയ് ജവാൻ ജയ് കിസാനാണ്. നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ ചെറിയ കൃഷി നടത്തുകയും അങ്ങനെ രാജ്യത്തെ ഉൽപ്പാദനത്തിന്
നമ്മൾ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ കയറിയിട്ടുണ്ട്. ഇതാണ് ഈ പയറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ പ്രതിരോധിക്കാൻ നീറിനെ പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നീറും കൂട് കൊണ്ടുവന്നിട്ട് കുറച്ച് പ്രയാസമാണ്. പിടിച്ച് കാണിച്ചു കൊടുക്കും. ഇതാണ് ഇതിൻ്റെ കേട്. അപ്പോൾ നീറും കൂട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മരുന്ന്. ജൈവികമായിട്ട് തന്നെ അതിനെ നശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉൽപ്പാദനം ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും വീട്ടിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കണം. നമ്മുടെ വേസ്റ്റ് കവറിൽ നിന്ന് തന്നെ അടുക്കളത്തോട്ടം ഉണ്ടാക്കാം. അത് നമുക്കതിൻ്റെ കവറാക്കി മാറ്റിയിട്ട് എല്ലാ വർഷവും അങ്ങനെയും ഉണ്ടാക്കാം. അതല്ല നല്ല ബക്കറ്റുകൾ ഇതുപോലെ അടിയിൽ ദ്വാരം ഇട്ടിട്ട് ഇങ്ങനെയും കൃഷി ചെയ്യാം. അതിൽ എല്ലാവരും കൃഷി എന്നുള്ളൊരു സംസ്കാരത്തിലേക്ക് ക്ഷണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. ഞാനും ഇതേപോലെ കൃഷി ചെയ്യുന്നു, നിങ്ങളെയും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.